പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, മഹത്വ കവാടം എന്ന ഈ ശുശ്രൂഷയിലേക്ക് സകല ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റൊന്നുമല്ല, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സഭ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസം. നമ്മൾ ഈ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും എന്നുള്ള ഒരു ശുശ്രൂഷയിലൂടെ എപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കേണ്ടത്, ആ ആത്മാക്കളുടെ അവസ്ഥ എന്താണ്, അവരെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു, വിശുദ്ധരുടെ കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച് എന്താണ്, ശുദ്ധീകരണ സ്ഥലം എങ്ങനെയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ശുദ്ധീകരണ സ്ഥലത്തിലെ സഹന സ്നേഹിതർക്കായിട്ട് എന്നുള്ള ഒരു ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അതിലൂടെയും നമ്മൾ കാണുക, ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ഓരോ കാര്യങ്ങൾ എപ്രകാരമൊക്കെ ചെയ്യണം എന്നതായിരുന്നു നമ്മൾ കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുകയാ, മറ്റെല്ലാ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു വർഷം അനേകം വ്യക്തികൾ ഈ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ദേവാലയത്തിൽ പോയി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ബോധ്യങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായപ്പോൾ അനേകം മക്കള് ഇവർക്ക് വേണ്ടി ജപമാല ചൊല്ലാൻ തുടങ്ങി. അനേകം ദൈവമക്കള് ഈ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലാൻ തുടങ്ങി. അനേകം ദൈവമക്കള് ജത്രൂദിന് വേണ്ടി ജത്രൂദിന്റെ പ്രാർത്ഥന ചൊല്ലുകയും ദണ്ഡവിമോചന പ്രാർത്ഥന ചൊല്ലുകയും സുഗർജപങ്ങൾ ചൊല്ലുകയും അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് ഇവരെ രക്ഷിക്കാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വലിയൊരു ദാഹം ഈ ഒരു വർഷക്കാലത്തെ അല്ലെങ്കിൽ ഈ ഒരു വർഷം, പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിൽ ഒത്തിരി മക്കൾക്ക് കിട്ടി എന്നതാ ഒരു സത്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് മറ്റൊരു പുതിയൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ആ ശുശ്രൂഷയുടെ പേരാണ് നമ്മൾ ബോർഡിൽ കാണുന്നത് പോലെ മഹത്വ കവാടം എന്നുള്ള ശുശ്രൂഷ. എന്താണ് ഈ ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും ഒരു നല്ല മരണം പ്രാപിക്കാനായിട്ട് ഒരുങ്ങുക എന്നത് ദൈവം ആഗ്രഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയെങ്കിലും മരിച്ചാൽ പോരാ, നല്ല ഒരു മരണം, ദൈവം ആഗ്രഹിക്കുന്ന മരണം, സ്വർഗം ആഗ്രഹിക്കുന്ന മരണം നമ്മളൊക്കെ സ്വന്തമാക്കണമെന്ന് ദൈവം ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ കാണുന്ന മഹത്വ കവാടം എന്നുള്ള ശുശ്രൂഷയിലൂടെ നമ്മൾ ഈ 8-9 ദിവസത്തിൽ വെളിപ്പെടുത്തി തരിക. രണ്ടാമതായിട്ട് ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മരണാസന്നരായി കിടക്കുന്ന അനേകം ആത്മാക്കളുണ്ട്, വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരെ എപ്രകാരമാണ് പരിചരിക്കേണ്ടത്, ഇവരെ എപ്രകാരമാണ് മരണത്തിനായിട്ട് ഒരുക്കേണ്ടത്, ഇവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇന്ന് പല വ്യക്തികൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അനേകം വ്യക്തികൾ ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ പോകുന്നു. അവരിലൂടെ കുടുംബത്തിലേക്ക് കിട്ടേണ്ട കൃപകൾ കിട്ടാതെ പോകുന്നു. അവരിലൂടെ അനുഗ്രഹത്തിന് പകരം പല വ്യക്തികളുടെ ജീവിതത്തിൽ, പല കുടുംബത്തിൽ ഒത്തിരിയേറെ
പ്രശ്നങ്ങൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടുത്ത ഈ ഇന്ന് തൊട്ട് 30-ാം തീയതി വരെയുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ഓരോ വൈദികരും ഓരോ ബ്രദറന്മാരും നമ്മളെ ഒരുക്കുകയാണ് എപ്രകാരം നല്ല മരണത്തിനായിട്ട് നമുക്ക് മുന്നോട്ടൊരുങ്ങാനായിട്ട് പറ്റും, മരണാസന്നരായി കിടക്കുന്നവരെ എപ്രകാരം നമുക്ക് പരിചരിക്കാനും അവരെ നല്ല മരണത്തിനായിട്ട് ഒരുക്കാനും പറ്റും എന്നതാണ് ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ഉന്നം വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ്. മറ്റൊന്നുമല്ല, മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു അന്ത്യചുംബനം കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒത്തിരി സഭയടക്കൽ പങ്കെടുക്കാനായിട്ട് പങ്കുചേരാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടുള്ളവരാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ ചങ്കുപൊട്ടി കരഞ്ഞു പോകുന്ന സമയമെന്ന് പറയുന്നത് അന്ത്യചുംബനത്തിൻ്റെ സമയമാണ്. പ്രധാനമായിട്ട് 2 സമയത്ത് അന്ത്യചുംബനം കൊടുക്കുന്നു. ഒന്ന്, വീടിനോട് വിടവാങ്ങൽ നടത്തുന്നതിന് തൊട്ടു മുമ്പ് ഇതാ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവര് തൻ്റെ ആ മരണമടഞ്ഞു പോയ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു അന്ത്യചുംബനം കൊടുക്കുക. രണ്ടാമതായിട്ട് ദേവാലയത്തോട് വിടവാങ്ങൽ നടത്തിയിട്ട് ഇതാ സിമിത്തേരി കൊണ്ടുവച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ആ കുഴിയിലേക്ക് വെക്കുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം കൊടുക്കുന്ന ഒരു അന്ത്യചുംബനം. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ അന്ത്യചുംബനത്തിൽ എന്തെങ്കിലും സംസാരം നടക്കുന്നുണ്ടോ? ഈ അന്ത്യചുംബന സമയത്ത് ഈ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയ ആത്മാവ് ഇത് കാണുമ്പോൾ ഈ ചുംബനം കൊടുക്കുന്ന വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? ഞാൻ ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത ഇപ്രകാരമാ, പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യചുംബനം നമ്മൾ കൊടുക്കുന്ന ആ സമയത്ത് ഈ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയ ഈ ആത്മാവ് 2 കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്, മക്കളെ, നിന്റെ മരണം വരെ കേൾക്കണം, നിങ്ങളുടെ മരണം വരെ മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. 1 ദിവസമല്ല, 7 ദിവസമല്ല, 13 ദിവസമല്ല, 40 ദിവസമല്ല, 1 വർഷമല്ല, നിന്റെ മരണം വരെ, നിന്റെ മരണം വരെ കുഞ്ഞേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. പ്രാർത്ഥന, ബലിയർപ്പണം എനിക്ക് വേണ്ടിയുള്ളത് മുടങ്ങിയേക്കരുത്. രണ്ടാമത്, ഈ ചുംബനം കൊടുക്കുമ്പോൾ ഈ ആത്മാവ് പറയുന്ന, നമ്മളോട് ആവശ്യപ്പെടുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല മക്കളെ, നിന്റെയും കുഞ്ഞേ, നിന്റെയും തൊട്ടടുത്ത് മരണം വന്ന് പതിയിരിപ്പുണ്ട്. മക്കളെ, നിന്റെ തൊട്ടടുത്ത് മരണം വന്ന് പതിയിരിപ്പുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും, ഏത് നിമിഷത്ത് വേണമെങ്കിലും, ഏത് ദിവസത്ത് വേണമെങ്കിലും ആ മരണം നിന്നെ കയറി പിടികൂടാം. അതുകൊണ്ട് മക്കളെ, ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യം നീ തിരുത്തിയിട്ട് സൽകൃത്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങണം. ഒരു നിമിഷം കണ്ണടച്ചേ, ഒരു നിമിഷം കണ്ണടച്ചേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ആ കാര്യം ഒന്ന് ചെവി തുറന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കേട്ടെ. ചെവി തുറന്ന് ആത്മാർത്ഥമായിട്ട്, ദൈവമേ, എന്നോട് ഈ ആത്മാവ് മന്ത്രിക്കുന്നത് എന്താണോ അതെൻ്റെ ചെവിയിലൂടെ, എൻ്റെ കർണപടത്തിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ജീവിതത്തെ തിരുത്തി സൽകൃത്യങ്ങൾ ചെയ്യാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് ഈ നിമിഷം ഓരോ മക്കളും മനസ്സിലാഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യമാ, കുഞ്ഞേ, മരണം തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. സൽകൃത്യം ചെയ്യണം, അലസത വിട്ടുപേക്ഷിക്കണം, ദൈവമാർഗത്തിലേക്ക് തിരിച്ചു വരണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ
ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം തന്റെ മാലാഖിയ ദൂതനെ പറഞ്ഞയക്കുക നമ്മളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ഈ കാണുന്ന ദൂതൻ വരുമ്പോൾ, ഈ കാണുന്ന മാലാഖ വരുമ്പോൾ, നമ്മൾ ഒരുക്കമില്ലാത്തവരായി കണ്ടാലും ഒരുക്കമുള്ളവരായി കണ്ടാലും ഈ മാലാഖ നമ്മുടെ ആത്മാവിനെയും കൊണ്ടേ, ഈ മാലാഖ, ഈ ദൈവദൂതൻ നമ്മുടെ ആത്മാവിനെയും കൊണ്ടേ പോകൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞെ, നല്ല മരണത്തിനായിട്ട് നീ എപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. നല്ല മരണത്തിനായിട്ട് നീ എപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഒരിക്കൽ കൂടി കണ്ണടച്ച മക്കളെ, ഒരു നിമിഷം കൂടി കണ്ണടയ്ക്ക്. ഇതാ ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ മാലാഖ, ദൈവത്തിന്റെ ആഹ്വാനം സ്വീകരിച്ച് നമ്മുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന സമയം. ആ മാലാഖ ആവശ്യപ്പെടുന്ന കാര്യം, ആ മാലാഖ കയറി പിടിക്കുന്ന സമയം, ആ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രത്യുദ്ധരിക്കുന്ന കാര്യങ്ങൾ, ഇതാ നിന്റെ കർണപടം തുറന്നുകൊണ്ട്, നിന്റെ കർണപടം തുറന്നുകൊണ്ട് നീ ഒന്ന് കേക്ക്. നീ കേട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷം ദാഹിക്കട്ടെ. ആ മാലാഖ വന്ന് ഓരോ മക്കളോടും ഈ നിമിഷം സംസാരിക്കുക. കേക്ക് മക്കളെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നും മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതരുടെ പിടിയലമർന്നു ഞാൻ, നാഥ നീതാനവലംബം. രണ്ടു കരങ്ങളും ദൈവമക്കൾ ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നല്ല മരണത്തിന് ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പരിശുദ്ധ അമ്മയാ. അതുകൊണ്ടല്ലേ അമ്മ മാതാവ് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. നന്മരണത്തിന്റെ മധ്യസ്ഥനായിട്ട് സഭ തെരഞ്ഞെടുത്തിരിക്കുന്നത് യൗസേ പിതാവിനെയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരമാ. ഡോൺ ബോസ്കോ കാണുന്ന കാഴ്ച, ഇതാ സഭയാകുന്ന കപ്പല് വലിയ കൊടുങ്കാറ്റില് അകപ്പെട്ട് തകർന്നു പോകാനായിട്ട് ഉലഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ ഡോൺ ബോസ്കോ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. രണ്ട് ശക്തമായിട്ടുള്ള തൂണുകള്. ഈ ഒരു തൂണില് ഇതാ ദീപികാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചിരിക്കുന്നു, മറ്റേ തൂണില് പരിശുദ്ധ അമ്മ മാതാവ് എഴുന്നള്ളി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് തൂണിന്റെ മധ്യത്തിലായിട്ട് സഭയാകുന്ന നൗക കെട്ടിവച്ചിരിക്കുക, കടത്തിവച്ചിരിക്കുക, അവിടെ കെട്ടിയിരിക്കുക. അതിലൂടെ ആ കാണുന്ന കൊടുങ്കാറ്റ് ശാന്തമാകുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്ന്, ആ യേശു ക്രിസ്തുവിനോട് ചേർന്ന്, ആ അമ്മ മാതാവിനോട് ചേർന്ന് ജീവിച്ച് നല്ല മരണം പ്രാപിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ യൗസേ പിതാവ്. അതുകൊണ്ടാണ് യൗസേ പിതാവിനെ നന്മരണത്തിന്റെ മധ്യസ്ഥനായിട്ട് സഭ തെരഞ്ഞെടുത്തിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ കാണുന്ന യൗസേ പിതാവിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരൊക്കെ നല്ല മരണം പ്രാപിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ടോ അവരിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ വ്യക്തിയിലേക്ക്, ആ വ്യക്തികളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് അഗ്നിയായിട്ട്, അഭിഷേകമായിട്ട് ഇറങ്ങണമേ. നല്ല മരണത്തിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. ഏത് തെറ്റുകള്, ഏത് പാപങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉപേക്ഷിക്കണമോ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അമ്മ മാതാവേ, യൗസേ പിതാവേ, ഈ നിമിഷം ഞങ്ങളെ ഒരുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ഒരുമിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഹല 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 സബല ഹല 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 സബ ഹല റിയ 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 റിയ
യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണ പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മാവേ, ഉണർത്തണേ പരിശുദ്ധാത്മാവേ, നല്ല മരണത്തിനായിട്ട് ഒരുക്കണേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് 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 ശക്തിയോടെ പാടി പ്രാർത്ഥിച്ചേ. പാവന റൂഹായേ ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പാവന റൂഹായേ ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. കാറ്റായി മഴയായി തീയായി രൂപ പെയ്യട്ടെ, 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 രൂപ പെയ്യട്ടെ, രൂപ പെയ്യട്ടെ. ശക്തിയോടെ കരമടിച്ച പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, ഒരു പുതിയ കൃപ ഇറങ്ങണം, ഒരു പുതിയ അഭിഷേകം ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, നല്ല മരണത്തിനായിട്ട് ഒരുങ്ങാനുള്ള ഒരു പുതിയ ശക്തമായ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ ദാഹിച്ചുകൊണ്ട് എല്ലാ മക്കളും കരമടിച്ച് ആത്മാവിന് വേണ്ടി ദാഹിച്ചേ. ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിലുയർന്നപ്പോൾ, ഫറവോ സൈന്യം ഭീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോൾ. ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിലുയർന്നപ്പോൾ, ഫറവോ സൈന്യം ഭീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോൾ. പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവനെ, അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേ. പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവനെ, അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേ. കാറ്റായി മഴയായി തീയായി രൂപ പെയ്യട്ടെ, 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 രൂപ പെയ്യട്ടെ, രൂപ പെയ്യട്ടെ, രൂപ പെയ്യട്ടെ. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, ആത്മാവിന്റെ കൊടുങ്കാറ്റ് അയക്കണമേ, ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. നല്ല മരണത്തിനായിട്ട് ഒരുങ്ങാനുള്ള ഒരു പുതിയ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാറ്റായി മഴയായി തീയായി രൂപ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി രൂപ പെയ്യട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുക. പിതാവേ, ആ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുക. ഈ ശുശ്രൂഷയെ തരിക. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു മരണം, അതിനുവേണ്ടി ഏതൊക്കെ രീതിയിലാണോ ഒരുങ്ങേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, അതിനെപ്രകാരമാണോ പ്രാർത്ഥിക്കേണ്ടത്, അമ്മ ഞങ്ങളെ പഠിപ്പിക്കണം. അമ്മ ഈശോയെ ഒരുക്കിയ പോലെ, അമ്മ സ്ലീഹന്മാരെ ഒരുക്കിയ പോലെ, അമ്മ സഭയെ ഒരുക്കിയ പോലെ, അമ്മ ഓരോ മക്കളെയും ജനിപ്പിച്ച് വളർത്തി വലുതാക്കി കത്തിപ്പടർത്തിയ പോലെ ഇതാ സഭയുടെ അമ്മേ ഞങ്ങൾ ഈ നിമിഷം ഒരുക്കണമേ. നല്ല മരണത്തിനായി
സ്വർഗം സ്വന്തമാക്കുന്ന മരണത്തിനായി ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഒരുമിച്ച് ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തരായിട്ട് നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. നഹു പ്രവാചകന്റെ പുസ്തകത്തില് 2-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, നഹു പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: വിനാശകൻ നിനക്കെതിരെ വരുന്നു, അതുകൊണ്ട് കോട്ടകളിൽ പ്രതിരോധനം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, നിന്റെ അരമുറുക്കുക, സർവശക്തിയും നീ സംഭരിക്കുക. കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഇതാ വിനാശകൻ നിനക്കെതിരെ വരുന്നു. നീ ചെയ്യേണ്ട 4 കാര്യം: 1, കോട്ടകളിൽ പ്രതിരോധനം ഏർപ്പെടുത്തണം; 2, വഴികളിൽ കാവൽ നിൽക്കണം; 3, അരക്കച്ച മുറുക്കണം; 4, സർവശക്തിയും സംഭരിക്കണം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് വിനാശകൻ? ഈ വിനാശകം വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ വിനാശകൻ ആരാണ് എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, വിനാശകൻ അത് മരണമാണ്. മരണം നമ്മളെ കയറി പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് തിരുവചനം പഠിപ്പിക്കുക. 1, ഇതാ കോട്ടകളിൽ പ്രതിരോധനം ഏർപ്പെടുത്തണം. ഏതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? 1, പരിശുദ്ധ തിരുവചനം; 2, യേശുവിന്റെ പരിശുദ്ധ രക്തം; 3, യേശു സ്ഥാപിച്ചിട്ടുള്ള കുദാസകൾ. മക്കളെ, യേശുവിന്റെ വചനം സ്വീകരിച്ച് യേശുവിന്റെ രക്തത്താൽ പൊതിയപ്പെട്ട് കഴുകപ്പെട്ട് ഒപ്പം യേശുവിൻ്റെ കുദാസകളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് മരണത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത് പറയുന്നു, കോട്ടകളിലെ പ്രതിരോധനം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വഴികളിൽ കാവൽ നിർത്തണം. ആരൊക്കെയാ പ്രിയപ്പെട്ടവരെ വഴികളിൽ നമുക്ക് വേണ്ടി കാവൽ നിർത്തുന്നേ? അത് പരിശുദ്ധ അമ്മ മാതാവ്, വിശുദ്ധ യൗസേപ്പിതാവ്, സകല വിശുദ്ധര്, സകല മാലാഹമാര്, സകല വാഴ്ത്തപ്പെട്ടവര്, സകല രക്തസാക്ഷികള്, സ്വർഗ സൈന്യങ്ങള് അല്ലെങ്കിൽ സ്വർഗീയ സൈന്യങ്ങള്, ഇവരൊക്കെ ഇതാ വഴികളില് നമുക്ക് ചുറ്റും കോട്ട കെട്ടി കാവൽ നിൽക്കുക. മൂന്നാമത് പറയുന്നു, അരമുറുക്കണം, നിന്റെ തിരുക്കച്ച മുറുക്കണം. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു അല്ലെങ്കിൽ പിതാവായ ദൈവം നൽകിയിരിക്കുന്ന ദൈവ കൽപ്പനകൾ പാലിച്ച്, ദൈവത്തിന്റെ ഇഷ്ടം പാലിച്ച്, ദൈവത്തിന്റെ ഹിതം നിറവേറ്റി, ദൈവത്തിന്റെ പരിശുദ്ധിയാല് ഓരോ മക്കളും ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴേ ആ വ്യക്തിക്ക് ഒരു നല്ല മരണം സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അവസാനമായിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധ നിന്റെ സർവശക്തിയും സംഭരിക്കണം. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നീ നിറയണം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, മരണം നമ്മളെ കയറി പുൽകുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകി, യേശുവിൻ്റെ കുദാസിയെ കെട്ടിപ്പിടിച്ച് യേശുവിൻ്റെ വചനം ഭക്ഷിക്കണം. പോരാ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അമ്മയോടും ശിഷ്യന്മാരോടും സ്ത്രീകന്മാരോട് യൗസേപ്പിതാവിനോട് വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് ജീവിക്കാനായിട്ട് തുടങ്ങണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകള്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാൻ തുടങ്ങണം. ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമേ ഒരു വ്യക്തി മരണത്തെ ഭയപ്പെടാതെ ആ മരണത്തെ പുൽകുവാനായിട്ട് സ്വീകരിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുക. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം. നമുക്കറിയാം, പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ ജലപ്രളയത്തിനു മുമ്പ് വരെയുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ മരിക്കുന്നത് കാണുന്നില്ല. ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുമ്പോൾ അനുജൻ മരിക്കുന്നത് കാണുന്നില്ല. ജ്യേഷ്ഠത്ത് ജീവിച്ചിരിക്കുമ്പോൾ അനുജത്തി മരിക്കുന്ന കാണുന്നില്ല.
അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിക്കുന്ന കാണുന്നില്ല. എന്നാൽ ജലപ്രളയത്തിന് ശേഷം മരണത്തിന് ഒരധികാരം കിട്ടിയിരിക്കുക. എന്താ പ്രിയപ്പെട്ടവരെ അധികാരം? ആരെ വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും, ഏത് സമയത്ത് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരധികാരം. പ്രിയപ്പെട്ടവരെ, മരണത്തെ സംബന്ധിച്ച് അത് ചെറുപ്പമെന്നോ വലിപ്പമെന്നോ വ്യത്യാസമില്ല. ഒരുങ്ങിയവനെന്നോ ഒരുങ്ങാത്തവനെന്നോ വ്യത്യാസമില്ല. ദരിദ്രനെന്നോ ധനികനെന്നോ വ്യത്യാസമില്ല. രോഗിയെന്നോ ആരോഗ്യമുള്ളവനെന്നോ വ്യത്യാസമില്ല. പ്രാർത്ഥിക്കുന്നവനെന്നോ പ്രാർത്ഥിക്കാത്തവനെന്നോ വ്യത്യാസമില്ല. ഈ മരണത്തിന് ആരെ വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും ആരെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ഒരധികാരം, ഒരു ശക്തി ഈ മരണത്തിന് കിട്ടിയിരിക്കുവാന്നേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മരണം നമ്മളെ കയറി പിടിച്ച, ഈ മരണം നമ്മളെ കയറി സ്വന്തമാക്കിയാൽ, ആ സമയത്ത് എനിക്കൊന്ന് കുമ്പസാരിക്കാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ ഒന്നും കൂടി കാണാനുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയെ ഒന്നും കൂടി കണ്ടോട്ടെ, ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് സംസാരിച്ചോട്ടെ, ഞാൻ ഇച്ചിരിയും കൂടി ഒന്ന് ഒരുങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ മരണത്തിൻ്റെ മുമ്പിൽ നിന്റെയും എൻ്റെയും ആത്മാവ് എന്തുമാത്രം കേണാലും, എന്തുമാത്രം യാചിച്ചാലും നിന്നെ പിടിച്ച മരണം നിന്നെ കൊണ്ടേ പോകൂ കുഞ്ഞേ. ഞാൻ ഓർക്കുക, കഴിഞ്ഞ നാളില് ഒരു അന്ത്യകുദാശ കൊടുക്കാനായിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നു. 21 വയസ്സ് പ്രായമായ ഒരു മകൻ അന്ത്യകുദാശ കൊടുക്കുന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ടിട്ട് ആ കുഞ്ഞ് ഇതാ ജീവൻ പോകുന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുക. ഹോസ്പിറ്റലുകാരെന്നെ വിളിച്ചൊച്ചാ വന്നൊരു അന്ത്യകുദാശ കൊടുക്കാമോ? ഞാനവിടെ ചെന്നപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുഞ്ഞിന്റെ അപ്പൻ മാത്രം ഈ അപകടത്തിൽപ്പെട്ട് ഈ മകൻ സീരിയസ് ആയി കിടക്കുവാണെന്ന് മനസ്സിലാക്കി അപ്പൻ ഈ കുഞ്ഞിനെ കാണാനായിട്ട് വന്നിരിക്കുക. ഞാൻ അന്ത്യകുദാശ കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഈ ഡോക്ടർ ഈ അപ്പനോട് പറയുന്ന കേട്ടു, ഇനി എത്ര സമയമെന്ന് പറയാൻ പറ്റില്ല, ഏത് മിനിറ്റിൽ വേണമെങ്കിലും അപകടം സംഭവിക്കാം, മരണം സംഭവിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ സമയത്ത് കണ്ട ഒരു കാഴ്ച ഇപ്രകാരമാണ്. ഈ അപ്പൻ ഈ കാണുന്ന ഡോക്ടറിന്റെ കയ്യെ കയറി വട്ടം പിടിക്കുക. പിടിച്ചിട്ട് ഈ അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഡോക്ടറെ, ഈ കുഞ്ഞിനെ പ്രസവിച്ച ഒരമ്മയുണ്ട് വീട്ടില്, അവൾ അവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ വന്ന് ജീവനോടെ ഈ കുഞ്ഞിനെ ഒന്ന് കാണുന്നിടം വരെ, ഈ കുഞ്ഞിനെ ഒന്ന് ജീവനോടെ കാണുന്നിടം വരെ ആ ജീവനൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഈ ഡോക്ടർ വീണ്ടും കൈകുപ്പി ഈ അപ്പന്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദര, അപ്പച്ച, ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ കയ്യിലല്ല ഈ ജീവൻ എന്ന് പറയുന്ന കാര്യം. അതിരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാ. ദൈവത്തോട്, ഈശോയോട്, യേശുക്രിസ്തുവിനോട്, കുഞ്ഞേ, അപ്പാ, നീ ഒന്ന് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിയണം, ഈ ലോകത്തില് മരണത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഒരു ഡോക്ടറിനോ, ഒരു നേഴ്സിനോ, ഒരു ഹോസ്പിറ്റലിനോ, ഒരു മരുന്നിനോ, ഒരു യോഗയ്ക്കോ, ഒരു ജിംനേഷ്യത്തിനോ മരണത്തെ തടഞ്ഞു നിർത്താൻ, മരണത്തെ പിടിച്ചു നിർത്താൻ സാധ്യമല്ലെന്നേ. ഞാൻ ഓർക്കുക, കഴിഞ്ഞ നാളില് ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കുചേരാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും കണ്ണു നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച കണ്ടു. പ്രിയപ്പെട്ടവരെ, കൂടി നിന്ന ആ സംസ്കാരത്തിൽ പങ്കുചേരാൻ പോയ എൻ്റെയും കൂടി കണ്ണു നിറയുന്ന ഒരു അവസ്ഥ വന്നു. കണ്ടത് മറ്റൊന്നുമല്ല, അപ്പനും 4 മക്കളും, ചെറിയ കുഞ്ഞുങ്ങളാ. ഇതാ തൻ്റെ ജീവിത പങ്കാളി മരിച്ചു കിടക്കുക. ഈ ജീവിത പങ്കാളിയുടെ അടുത്ത്, തൻ്റെ അമ്മയുടെ അടുത്ത് 4 മക്കളും ഈ കാണുന്ന ജീവിത പങ്കാളിയും ഈ ചേട്ടനും കൂടി ആ 4 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഈ കാണുന്ന സ്ത്രീയുടെ, തൻ്റെ ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ അപ്പനും മക്കളും വിങ്ങി പൊട്ടി പൊട്ടി കരയുക. ഈ അപ്പന്റെ കരച്ചിൽ കണ്ട്, ഈ മക്കളെ ഏങ്ങലടിച്ചിട്ടുള്ള കരച്ചിൽ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ടു നിന്നവർ മുഴുവനും ഒത്തിരിയേറെ കരഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഈ അപ്പൻ പറയുന്നുണ്ട്, എടി നീ ഒന്ന് കണ്ണു തുറക്ക്, നമ്മുടെ ഈ പിള്ളേരെ ഒന്ന് കാണാനെങ്കിലും കണ്ണു തുറന്നുകൂടെ? ഈ കുഞ്ഞിനാരാ ഇനി ഭക്ഷണം കൊടുക്കുന്നേ? ഇവർക്കാരാ സ്നേഹം കൊടുക്കുന്നേ? ഇവരെ ആരാ മടിയിലൊന്ന് വെക്കുന്നേ? ഇവരെ ആരാ ഇനി കടത്തി ഉറക്കാനായിട്ട് ചേർത്ത് പിടിക്കുന്നേ? നീ എന്തേ ഞങ്ങളെ വിട്ടിട്ട് പോയേ? നീ എന്തേ പോയേ? ഞങ്ങളെ ഉപേക്ഷിച്ച് പോയേ? നീ ഒന്ന് കണ്ണു തുറക്ക. ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് ഈ അപ്പൻ പറയുമ്പോൾ ഈ മക്കൾ ഏങ്ങലടിച്ച് അമ്മയെ കെട്ടിപ്പിടിക്കുക.
എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഞങ്ങൾ അടിച്ചു കരഞ്ഞാലും, എത്രയൊക്കെ പറഞ്ഞ് വേദനിച്ച് വിളിച്ചാലും, കൊണ്ടുപോയ ജീവൻ പിന്നെ തിരിച്ചു വരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി എത്ര നാൾ നമ്മക്കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദിവസങ്ങളായിരിക്കാം, മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. എത്ര നാൾ ഇനി നമുക്കൊരു ജീവിതമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു ദിവസമാണെങ്കിലും, ഒരു മാസമാണെങ്കിലും, ഒരു വർഷമാണെങ്കിലും, എത്ര വർഷമാണെങ്കിലും മക്കളെ, ഇനി ദൈവം തന്നിരിക്കുന്ന നാളെന്ന് പറയുന്നത്, ദിവസമെന്ന് പറയുന്നത് നല്ല മരണത്തിനായിട്ട് ഒരുങ്ങാനുള്ള സമയം. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിഞ്ഞോണം ഒരു കുറ്റക്കാര്യം. ഈ ലോകത്തിൽ ഉറപ്പുള്ള ഏക കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിക്കുമെന്നാ. നാളെയോ നാളെ കഴിഞ്ഞത്തെയോ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും, പദ്ധതിയിടും. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ജീവിതത്തിൽ നടന്നിരിക്കും. അത് മറ്റൊന്നുമല്ല, ഈ ലോകത്തിലുള്ള മുഴുവനും മക്കളെ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം പുലുകിയിരിക്കും. ചില മക്കൾക്ക് മരണമെന്ന് പറയുന്ന കാര്യം ഒത്തിരി ഭയമാണ്. അതുകൊണ്ട് തന്നെ പലരും ചിന്തിക്കുന്ന ചിന്ത ഇപ്രകാരമാ: മരണം ഞങ്ങളുടെ ജീവിതത്തെ വന്ന് തൊടില്ല, മരണമില്ല എന്നുള്ള മട്ടിൽ അതുകൊണ്ട് പലരും ജീവിക്കുക. ഈ മരണം നമ്മളെ പുൽകാതിരിക്കാനായിട്ട് ഭയപ്പാടുള്ളത് കൊണ്ട് പലരും ശ്രദ്ധ തിരിച്ചുവിട്ട് മറ്റു കാര്യമേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചില വ്യക്തികൾ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ചാലും, മരണമില്ല എന്നുള്ള മട്ടിൽ ജീവിച്ചാലും, മരണത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ മറ്റു പലതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ജീവിച്ചാലും, കുഞ്ഞേ, ഒരു ദിവസം മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നിന്നെ പിടികൂടും എന്നുള്ള സത്യം നീ ജീവിതത്തിൽ നിന്നും മറന്നു പോകരുത് കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അവർ മരണത്തെ ഭയപ്പെടുന്ന കാണുന്നില്ല. അവർ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന കാണുന്നില്ല. അവർ മരണമില്ല എന്നുള്ള മട്ടിൽ ജീവിക്കുന്ന കാണുന്നില്ല. അവർ ശ്രദ്ധ മാറ്റാനായിട്ട് പല കാര്യങ്ങളിലേക്ക് പോകുന്ന കാണുന്നില്ല. മറിച്ച് വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അവർ മരണം പുൽകുവാനായിട്ട് ദാഹിച്ച് കാത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതം നോക്കിക്കേ. അമ്മ ത്രേസ്യ ഇപ്രകാരമാണ് പറയുന്നത്: എനിക്ക് അങ്ങയെ കാണണം, അതിനായിട്ട് ഞാൻ മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അമ്മ ത്രേസ്യ പറയുവാണ്, എനിക്ക് ഈ മരണത്തിലൂടെ ഈശോയെ നിന്നെ കാണാനായിട്ട്, നിന്നെ മുഖാമുഖം കാണാനായിട്ട്, നിന്റെ അടുത്ത് വന്നിരിക്കാനായിട്ട്, നിന്നെ പുൽക്കുവാനായിട്ട്, നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട് എനിക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ മരണത്തിനായിട്ട് ദാഹിച്ച് കാത്തിരിക്കുന്നു എന്ന് ത്രേസ്യയുടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ. അവൾ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ മരിക്കുകയല്ല, മറിച്ച് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, മരണത്തിലൂടെ വിശുദ്ധ ചെറുപുഷ്പം പറയുവാണ്, ഞാൻ മരിച്ച് എൻ്റെ ജീവിതം തീരുകയല്ല, മറിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശുക്രിസ്തുവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് ഈശോയുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു ജീവിതം തുടങ്ങുകയാണ് എൻ്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഇപ്രകാരമാ പങ്കുവെക്കുന്നത്, വചനം പഠിപ്പിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-23 പഠിപ്പിക്കുന്നു: മരിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, വിശുദ്ധരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ വിശുദ്ധർ മരണത്തിൽ നിന്ന് അകലാനോ, മരണത്തെ ഭയപ്പെടാനോ, മരണമില്ല എന്നുള്ള മട്ടിൽ ജീവിക്കാനോ അല്ല നോക്കിയത്. മറിച്ച് ആ മരണം പുൽകാനായിട്ട്, മരണം സ്വീകരിക്കാനായിട്ട് അവർ വെമ്പൽ കൊള്ളുകയാ. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അവർ മരണത്തെ സ്നേഹിച്ച്? എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അവർ മരണം ആഗ്രഹിച്ച്? കാരണം അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അവർ ഓരോ നിമിഷവും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിച്ചതാ. 2, അവരുടെ ഓരോ നിമിഷവും അവർ സ്വയം വിശുദ്ധീകരിച്ച് ജീവിച്ചതാ.
3, അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ വിശുദ്ധമായ ജീവിതം എപ്പോഴും നയിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, മരിച്ചാൽ ഞാൻ പോകുന്ന സ്ഥലം മറ്റൊരു സ്ഥലത്തേക്കല്ല, എൻ്റെ യേശുവിനെ മുഖാമുഖം കാണുന്ന സ്വർഗരാജ്യത്തിലേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ മരണത്തെ പുൽകാനായിട്ട് കൊതിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണത്തെ ഭയപ്പെടുകയല്ല ചെയ്യണ്ടേ, മരണത്തെ സ്നേഹിക്കണം. മരണത്തെ സ്നേഹിക്കാനായിട്ട് പറ്റണമെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോണം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. 2, സ്വയം ശുദ്ധീകരിക്കാനായിട്ട് ദൈവമക്കൾ തയ്യാറാകണം. 3, വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ മാത്രമേ ഒരു നല്ല മരണം സ്വന്തമാക്കി നമുക്ക് യേശു ക്രിസ്തുവിനെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഒരു സ്വർഗരാജ്യത്തിൽ നമുക്കായിരിക്കാൻ സാധ്യമാകൂ എന്നുള്ള സത്യം മക്കളെ തിരിച്ചറിയാം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാ, നല്ല മരണത്തിനായിട്ട് ഒരുങ്ങണം. ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഇന്ന് പല മക്കളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന എന്താണ് നല്ല മരണം എന്ന് ചോദിച്ചാൽ പലരും ഇന്ന് പറയുന്ന കാര്യം, അച്ഛാ, കഷ്ടപ്പാട് കൂടാതെ പെട്ടെന്ന് മരിക്കുന്നതാണ് നല്ല മരണം. വേറെ ചിലവർ പറയുന്നു മറ്റുള്ളവർക്ക് ഭാരമാകാതെ പെട്ടെന്ന് മരിക്കുന്നതാണ് നല്ല മരണം. വേറെ ചിലവർ പറയുന്നു കിടപ്പാകാതെ അങ്ങോട്ട് മരിക്കുന്നതാണ് നല്ല മരണം. മക്കളെ, ഇത് ശുദ്ധ പൊട്ടത്തരമാ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്നെ ക്രൈസ്തവ മക്കൾ മനസ്സിലാക്കിക്കോണം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സ്വയം ശുദ്ധീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മരിക്കുന്നവരാണ് നല്ല മരണം സ്വന്തമാക്കുന്നവര്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് സ്വയം ശുദ്ധീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് നല്ല മരണം സ്വന്തമാക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുക, ലോകത്തൊരു ദിവസം ഏകദേശം 1.5 ലക്ഷത്തോളം മക്കൾ ഒറ്റ ദിവസം മരിക്കുന്നുണ്ട്. ഇതില് എത്ര പേര് നല്ല മരണം സ്വന്തമാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്? ചില മക്കൾ ചിന്തിക്കുന്ന ചിന്ത ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് ഭാരം കൊടുക്കാതെ മരിക്കുന്നത് മക്കളെ നല്ല മരണമല്ല. അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് നല്ല മരണമല്ല. ഏതെങ്കിലും ആക്സിഡന്റിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നത് നല്ല മരണമല്ല. നിന്റെ ജീവിതത്തിൽ നീ ഇപ്രകാരം ചിന്തിച്ചു നോക്കിക്കോ, ഒരു 10 വർഷമായിട്ട് 15 വർഷമായിട്ട് 20 വർഷമായിട്ട് നീ കിടപ്പാ. നീ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുക, നീ ഒത്തിരിയേറെ സങ്കടം അനുഭവിക്കുക. നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നീ തളർന്ന് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിട്ട് നീ ചെയ്യേണ്ട കാര്യം, നിന്റെ ഈ വേദനകൾ മുഴുവനും നിന്റെ പാപത്തിന്റെ വിടുതലിനായി കാഴ്ചവെച്ച് സ്വയം ശുദ്ധീകരണം നടത്തി വിശുദ്ധ ജീവിതം നയിച്ച് നീ മരിച്ചാൽ കുഞ്ഞെ, നിന്റെ മരണമാണ് ഏറ്റവും നല്ല മരണം. ഞാൻ വീണ്ടും പറയുക മക്കളെ, ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും 4, 5, 6 വർഷമായിട്ട് കിടപ്പാ. അവരെ തിരിച്ചു കിടത്തുമ്പോൾ പുറം മുഴുവനും പൊട്ടിയിരിക്കുക, ഭയങ്കരമായ വേദനയാ, കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാ. അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുക. ഒരു ദിവസമല്ല, ഒരു ആഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, പല വർഷമായിട്ട് ഈ വേദന തിന്നുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അപ്രകാരം വേദന അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിട്ട് ഈ കാണുന്ന വേദന മുഴുവനും നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നീ മരിക്കാൻ ഇടവന്നാൽ കുഞ്ഞെ, നിന്റെ മരണമാണ് ഏറ്റവും നല്ല മരണം. ചില വ്യക്തിയുടെ ജീവിതം കാണത്തില്ലേ, പ്രിയപ്പെട്ടവരെ ആരും നോക്കാനില്ലാതെ വർഷങ്ങളായിട്ട് കിടക്കുക. നല്ല ഒരു ഭക്ഷണം പോലും കിട്ടുന്നില്ല, ആവശ്യത്തിന് മെഡിസിൻ പോലും കിട്ടുന്നില്ല, ആവശ്യത്തിന് സ്നേഹം പോലും കിട്ടുന്നില്ല, തന്നെ ശുശ്രൂഷിക്കാൻ ഒരാൾ പോലുമില്ല. മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, കുഞ്ഞുമക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, മരുമക്കളും തിരിഞ്ഞു നോക്കുന്നില്ല. ഒറ്റപ്പെടലിന്റെ വേദന, ശുശ്രൂഷ കിട്ടാത്തതിന്റെ വേദന,
ആരും സഹകരിക്കാത്തതിന്റെ വേദന. ഇപ്രകാരം മനസ്സ് മുഴുവനും നീറി 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 പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രകാരമുള്ള മക്കള് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിന്റെ ഈ മനസ്സിന്റെ വേദന, ഈ ഭാരം, ഈ ദുഃഖം നിന്റെ പാപത്തിന്റെ മോചനത്തിനായി കാഴ്ചവെച്ച് സ്വയം വിശുദ്ധീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നീ മരിക്കാനിട വന്നാൽ നിന്റെ മരണമാണ് ഏറ്റവും നല്ല മരണം. ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ, ചില വൃദ്ധസദനങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. തൻ്റെ മക്കളില്ല, അപ്പനെയും അമ്മേനെയും വൃദ്ധഭവനത്തിൽ കൊണ്ടിയാക്കിയേക്കുക. പ്രായമായപ്പോൾ മരണം അടുത്തു എന്ന ചിന്ത വന്നപ്പോൾ അവർക്ക് വലിയൊരു കൊതിയാ. തൻ്റെ മക്കളെ ഒന്ന് കാണണം, അവരോടൊന്ന് സംസാരിക്കണം, തൻ്റെ കുഞ്ഞുമക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണം, അവരുടെ മുഖത്തൊരു ഉമ്മ കൊടുക്കണം, അവരുടെ കൂടെ ഇച്ചിരി ചെലവഴിക്കണം. എൻ്റെ മോൻ എന്നോട് ഇച്ചിരി സംസാരിച്ചിരുന്നെങ്കിൽ, എൻ്റെ മകൾ എൻ്റെ കൂടെ കുറച്ചു നേരം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മകനും മകളും എന്നെ ഒന്ന് ശുശ്രൂഷിച്ചായിരുന്നെങ്കിൽ. ഇപ്രകാരം ചില വൃദ്ധസദനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചില അപ്പച്ചനും അമ്മച്ചിയും ഉള്ളു വെന്ത് ഉള്ളു നീറി ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ആഗ്രഹിച്ചിട്ട് ആ കാര്യം നടപ്പാകാതെ വരുമ്പോൾ അവർ ഒത്തിരിയേറെ തളർന്നു പോകുക, ഒത്തിരിയേറെ ഇല്ലാതായി തീരുക. അപ്രകാരം ആ വേദന മുഴുവനും തൻ്റെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചിട്ട് അവരൊക്കെ മരിക്കുമ്പോൾ ആ മരണമാണ് ഏറ്റവും നല്ല മരണം. അല്ലാതെ ഒരു അറ്റാക്ക് വന്ന് ആർക്കും ഭാരമില്ലാതെ മരിച്ചു പോകുന്നതല്ല, ഒരു ആക്സിഡന്റിൽ പെട്ട് ഭാരമില്ലാതെ അങ്ങോട്ട് മരിച്ചു പോകുന്നതല്ല, കിടപ്പല്ലാതെ മരിച്ചു പോകുന്ന ഒന്നും അല്ല മക്കളെ നല്ല മരണം. നല്ല മരണം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് നീ സ്വയം ശുദ്ധീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നീ മരണത്തെ പുൽകാൻ പറ്റിയാൽ മക്കളെ, അതാണ് ഏറ്റവും നല്ല മരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ നല്ല മരണം സ്വന്തമാക്കാനായിട്ട് ചില കാര്യങ്ങൾ മാത്രം അച്ഛന് വെളിപ്പെടുത്തി തരാനായി ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലോകത്തെയും ലോക വസ്തുക്കളെയും ലോകം വെച്ച് നീട്ടുന്ന സന്തോഷങ്ങളെയും ഒപ്പം നിന്റെ ജഡം വെച്ച് നീട്ടുന്ന നിന്റെ ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും നീ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്ത് ജീവിക്കാൻ തുടങ്ങിയാലേ നിനക്ക് നല്ല മരണം സ്വന്തമാക്കാനായിട്ട് സാധ്യമാകൂ. നീ കാലഘട്ടം പരിശോധിച്ചേ. മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ മനുഷ്യൻ പരക്കം പായുന്നേ? സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ട്, പണം ശേഖരിക്കാനായിട്ട്, സൽപ്പേര് കിട്ടാനായിട്ട്, അധികാരം കിട്ടാനായിട്ട്, സുഖ സൗകര്യങ്ങൾ കിട്ടാനായിട്ട്, ലൗകിക സന്തോഷങ്ങൾ കിട്ടാനായിട്ട്, ശരീരത്തെ തൃപ്തിപ്പെടുത്താനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യൻ ഇന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. പലരും ദൈവത്തെ പോലും മറന്ന്, ദൈവിക കാര്യം പോലും മറന്നുകൊണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ലംഘിച്ചുകൊണ്ട് പണത്തിന്റെ പിന്നാലെ, ഭൗതിക ലോകത്തിന്റെ പിന്നാലെ, ജഡത്തിന്റെ പിന്നാലെ, അധികാരത്തിന്റെ പിന്നാലെ, സ്ഥാനമാനത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് പോകുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവരെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാഴ്ച ഇങ്ങനെയാ. ഇവരൊക്കെ ഇപ്രകാരം ദൈവത്തെ മറന്നും ദൈവിക കാര്യം മറന്നും ദൈവത്തിന്റെ പ്രമാണം മറന്നുകൊണ്ടും ഇപ്രകാരം ജീവിക്കുന്ന മക്കൾ ഉറക്കത്തിൽ സൗഭാഗ്യം സ്വപ്നം കാണുന്ന മക്കളാണ് എന്ന് എനിക്ക് തോന്നുക. കാരണം ഉറക്കമുണർന്ന് കഴിയുമ്പോൾ തൻ്റെ സൗഭാഗ്യം സ്വപ്നം കണ്ടതൊക്കെ ഇല്ല, വെറുതെ തീർന്നുപോയി. ഇതുപോലെ തന്നെയാ മക്കളെ, ദൈവം വേണ്ട എന്ന് വെച്ച്, സ്വർഗം വേണ്ട എന്ന് വെച്ച്, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാതെ, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാതെ ഈ സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ലോകത്തിന്റെയും അധികാരത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് അതെല്ലാം സമ്പാദിച്ചു കൂട്ടിയതിനു ശേഷം നിന്നെ മരണം പുലുകി കഴിയുമ്പോൾ ഇതെല്ലാം ലോകത്തിൽ ഇട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ ഒരു രാജാവ് പോലും മരണസമയത്ത് മരിച്ചതിന് ശേഷം തനിക്കുണ്ടായിരുന്ന അധികാരത്തിന്റെ ഒരു ചരടുമായിട്ടും പോയിട്ടില്ല എന്ന. ഈ ലോകത്തില് സമ്പാദിച്ചിട്ടുള്ള സമ്പത്തിന്റെ ഒരു നാണയത്തൊട്ടുപോലും ഈ ലോകത്തിൽ സമ്പാദിച്ച ആരും മരണശേഷം കൊണ്ടുപോയിട്ടില്ല എന്ന്. അനേകം സുഹൃത്തുക്കളെ സമ്പാദിച്ച മക്കള് ദൈവത്തെ മറന്ന് സുഹൃത്തുക്കളെ സമ്പാദിച്ച മക്കള് മരണശേഷം ഒരു സുഹൃത്തിനെ പോലും കൊണ്ടുപോയിട്ടില്ല എന്ന്. ലോകത്തിലെ സകല സുഖ സൗകര്യങ്ങളും പിടിച്ചു പറ്റിയ മക്കള് മരണശേഷം ഇതൊന്നുമായിട്ടല്ലെന്നേ പോയേക്കണേ.
മറിച്ച് മരണശേഷം മക്കളെ കൂടെ പോരുന്നത് ഒരേ ഒരു കാര്യം, നീ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തികള്, പുണ്യപ്രവർത്തികള്, സൽകൃത്യങ്ങൾ മാത്രമാണ് മരണശേഷം നിന്റെ കൂടെ പോരുന്നത് എന്നുള്ള സത്യം ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാ മക്കളെ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ കിട്ടുന്ന ഗുണം എന്താ? പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ സംഭവിക്കുക. ഒന്ന്, ലോകവും ലോക വസ്തുക്കളെ കുറിച്ചും നമ്മൾ ആ കാണുന്ന കാര്യത്തെ വില കുറച്ച് കാണാൻ തുടങ്ങും. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ലോകവും ലോക വസ്തുക്കളും ക്ഷണികമായിട്ടും അരോചകമായിട്ടും തീരാൻ തുടങ്ങുക. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഭൂമിയിലുള്ള സകലതും ഉപേക്ഷിക്കണമെന്നുള്ള ഒരാഗ്രഹം ജനിക്കുക. മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവർക്ക് മാത്രമാ ലോകത്തോടുള്ള മമത ഉപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മരണം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും നീ വേണ്ട എന്ന് വെക്കാൻ തയ്യാറായാൽ മാത്രമേ നല്ല മരണത്തിലേക്ക് നിനക്കടുക്കാൻ പറ്റൂ. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ പലരും പലരായിട്ടാണ് ജനിക്കുന്നത്. ചിലർ സമ്പന്നരായിട്ട് ജനിക്കും, ചിലർ ദാരിദ്ര്യമുള്ള വ്യക്തിയായിട്ട് ജനിക്കും, ചിലർ സാധാരണക്കാരനായി ജനിക്കും, ചിലർ കുനീലരായിട്ട് ജനിക്കും. എന്നാൽ മരണത്തോടെ എല്ലാവരും തുല്യരായിട്ട് തീരുകയാ. രാജാവ് മരിച്ചാലും, ഭിക്ഷക്കാരൻ മരിച്ചാലും, സാധാരണക്കാരൻ മരിച്ചാലും മരണശേഷം കുഴി കൊണ്ടുപോയി വെച്ച് അടക്കം ചെയ്തിട്ട് 1 വർഷം 2 വർഷം കഴിഞ്ഞ് അവരുടെ കബറിടം അല്ലെങ്കിൽ അവരുടെ സ്ഥലം തുറന്നിട്ട് ആ കുഴിമാടം തുറന്ന് അവിടെ കിടക്കുന്ന അസ്ഥികൾ മുഴുവനും എടുത്തിട്ട് ഒരു മേശയിൽ കൊണ്ട് നിരത്തി വെച്ചാൽ ഇതിലേതാണ് രാജാവിൻ്റേത്, ഇതിലേതാണ് കുലീനൻ്റേത്, ഇതിലേതാണ് ഭിക്ഷക്കാരൻ്റേത്, ഇതിലേതാണ് സാധാരണക്കാരൻ്റേതെന്ന് അറിയാൻ പറ്റില്ല. എല്ലാം സെയിം ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ ഈ ലോകത്തില് നീ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട്, ലോകത്തിൻ്റെ ചെയ്തികൾ ഉപേക്ഷിച്ചുകൊണ്ട് നീ നല്ല മരണത്തിനായിട്ട് നിന്റെ ജീവിതത്തെ നീ ഒരുക്കുവാൻ, നല്ല മരണത്തിനായിട്ട് നിന്റെ ജീവിതത്തെ നീ എന്തുമാത്രം ഒരുങ്ങാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ, അതുപോലെയാണ് നിനക്ക് ദൈവത്തെ പുൽക്കാനായിട്ട് സാധ്യമാക്കുക. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണത്തോടുകൂടി സകല കാര്യവും അവസാനിക്കുക. ജീവിതത്തിൽ സമ്പത്ത് അവസാനിക്കുന്നു, സൗഭാഗ്യങ്ങൾ അവസാനിക്കുന്നു, വേദനകൾ അവസാനിക്കുന്നു, അപമാനങ്ങൾ അവസാനിക്കുന്നു, വിഷമങ്ങൾ അവസാനിക്കുന്നു, ദാരിദ്ര്യം അവസാനിക്കുന്നു. എന്നാൽ ഏതൊക്കെ ദൈവമക്കള് ജീവിച്ചിരുന്ന സമയത്ത് ദാരിദ്ര്യം കിട്ടിയിട്ടുണ്ടോ, അപമാനം കിട്ടിയിട്ടുണ്ടോ, ദുഃഖം കിട്ടിയിട്ടുണ്ടോ, രോഗം കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ സ്വന്തം വിശുദ്ധീകരണത്തിനായിട്ട് കാഴ്ചവെച്ചുകൊണ്ട് നീ ജീവിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു നല്ല മരണം സ്വന്തമാക്കാനായിട്ട് പറ്റും. പക്ഷെ എത്ര മക്കൾ ഇന്ന് വരെ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ. ആരൊക്കെ ലോകത്തെയും ലോക വസ്തുക്കളെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ അവർക്ക് മരണസമയം ഇത് മുഴുവനും വേദനയായിട്ടാ തിരിച്ചു വരുന്നേ. എന്നാൽ ആരൊക്കെ സ്വയം വിശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവനും മരണം എന്ന് പറയുന്ന കാര്യം ഭയമില്ലാതെ സ്നേഹത്തോടെ സ്വീകരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല മരണം ആഗ്രഹിക്കുന്ന മക്കൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ലോകവും ലോകവസ്തുക്കളും ത്യജിക്കുക. മിസ്റ്റർ ഫ്രാൻസിസ് ബോർജിയ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ്. ആ വിശുദ്ധൻ ഇതാ തൻ്റെ നാട്ടിലെ മഹാറാണിയായ ഇസ്ബല്ല എന്ന് പറയുന്ന വ്യക്തി മരിച്ചപ്പോൾ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കുചേരാനായിട്ട് പോവുകയാണ്. ആ വ്യക്തിയുടെ മരണക്കിടക്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ കിടത്തിയിരിക്കുന്ന ആ സ്ത്രീയെ, ആ മഹാറാണിയെ കിടത്തിയിരിക്കുന്നതിന് തൊട്ടടുത്ത് പോയിട്ട് നിൽക്കുക. ആ സമയത്ത് ഈ ഫ്രാൻസിസ് ബോർജിയുടെ മനസ്സിൽ ഇപ്രകാരം ചില ചിന്തകൾ കയറി വരികയാണ്. ഈ കാണുന്ന സ്ത്രീക്ക് ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നല്ലോ, ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നല്ലോ,
എന്തുമാത്രം സ്ഥാനമാനമുള്ള വ്യക്തിയാ, എന്തുമാത്രം ബഹുമതി കിട്ടിയ വ്യക്തിയാ, എല്ലാ കാര്യങ്ങളും ഉള്ള വ്യക്തിയാണല്ലോ. പക്ഷേ മരിച്ചപ്പോൾ തനിക്ക് കൊണ്ടുപോകാനായിട്ട് ഒന്നുമില്ലാതെ, ആരുമില്ലാതെ തനിച്ചായി ഇതാ ഇവിടെ കിടക്കുന്നല്ലോ. ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ടെടുത്ത ഒരു തീരുമാനമുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ലോകവും ലോക വസ്തുക്കളും സ്വന്തമാക്കാനായിട്ട് പരക്കം പാഞ്ഞ് നടക്കില്ല. മറിച്ച് ഇനി ഒരൊറ്റയാളെ സ്വന്തമാക്കാനാ ഞാൻ ജീവിക്കുകയുള്ളൂ. അത് മറ്റാരുമല്ല, ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ മാത്രം സ്വന്തമാക്കാനേ ഞാൻ പരിശ്രമിക്കൂ എന്ന് അവിടെ വെച്ച് തീരുമാനിക്കുക. അതിനുശേഷം അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്രകാരമാണ്: ലൗകിക വസ്തുക്കളിൽ നിന്ന് മരണം നമ്മളെ അകറ്റുന്നതിനു മുമ്പ്, കേട്ട മക്കളെ, ലൗകിക വസ്തുക്കളിൽ നിന്ന് മരണം നമ്മളെ അകറ്റുന്നതിന് മുമ്പ് നാം ലൗകിക വസ്തുക്കളെ ഉപേക്ഷിച്ച് മരണം പ്രാപിക്കാനായിട്ട് ഒരുങ്ങണം എന്നുള്ള കാര്യം. ഈ കാലഘട്ടത്തില് സാത്താൻ വിതച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള അരൂപിയാണ് ലോകത്തിന്റെ അരൂപി. ഇന്ന് കുടുംബങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ, എന്തുമാത്രം കുടുംബത്തില് ലൗകികമായിട്ടുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള വസ്തുക്കളുണ്ടെങ്കിലും പലർക്കും മതിയാവുന്നില്ല. ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, എന്തോരം ഡ്രസ്സ് മേടിച്ചാലും പല വ്യക്തികൾക്കും മതിയാവുന്നില്ല. എന്തുമാത്രം സ്വർണമുണ്ടെങ്കിലും ചില വ്യക്തികൾക്ക് മതിയാവുന്നില്ല. എന്തുമാത്രം ലോകത്തിൻ്റെതായ വസ്തുവകകൾ ഉണ്ടെങ്കിലും അത് മതിയാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടം പരിശോധിച്ച് നോക്കിക്കേ, നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എഴുതിക്കൊണ്ട് ഒരു കടവകയിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കടക്കാരൻ്റെ കൈ കൊടുക്കും. അദ്ദേഹം അതെല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നുവിടുകയാ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റുകൾ വന്നു. ദൈവമക്കൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അവർക്ക് ദാഹം കൂടുക. ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ലോകത്തിന്റെ മുഴുവനും വസ്തുവകള് മേടിച്ചു കൂട്ടിയാലും മതി വരാതെ വീണ്ടും വാങ്ങാനായിട്ടുള്ള വെമ്പല്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാ, എല്ലാ മക്കളുടെയും കയ്യിൽ ഒരു മൊബൈലുണ്ട്. ആമസോൺ പോലുള്ള പല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഒരു സമയം 5 മിനിറ്റ് സമയം ഫ്രീ ആകുമ്പോൾ ചാടി അതിൻ്റെ അകത്ത് കയറി തപ്പല. എന്താ പുതിയതായിട്ട് വന്നേ, ഏതാ 5 പൈസ കുറവുള്ള കാര്യം, തപ്പി 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 എന്തുമാത്രം കാര്യങ്ങൾ മേടിച്ചു കൂട്ടാൻ പറ്റുമോ, എന്തുമാത്രം കാര്യങ്ങൾ ലോകത്തിന്റെ സ്വന്തമാക്കാൻ പറ്റുമോ. ഇതെല്ലാം സ്വന്തമാക്കുന്ന ഒരു ദൈവ പൈതലിന് എപ്രകാരമാണെന്ന് ഒരു നല്ല മരണത്തിനായിട്ട് ഒരുങ്ങാൻ പറ്റുന്നത്? ലോകവും ലോകത്തിന്റെ വസ്തുക്കളും ലോകത്തിന്റെ മോഹങ്ങളും ത്യജിക്കുന്നവർക്ക് മാത്രമേ ഒരു നല്ല മരണം സ്വന്തമാക്കാനായിട്ട് സാധ്യമാകൂ എന്നുള്ള സത്യം ദൈവമക്കൾ തിരിച്ചറിയണം. ചില വിശുദ്ധരുടെ ചരിത്രം വായിക്കുമ്പോഴും പല മക്കളും ധ്യാനം കൂടി കഴിയുമ്പോൾ എടുക്കുന്നൊരു തീരുമാനമുണ്ട്, വിശുദ്ധരെ പോലെ മരിക്കണം. തീരുമാനമെടുക്കും, പക്ഷെ ജീവിതത്തിൽ മാറ്റാത്ത 2 കാര്യമാ. ഒന്ന്, പാപകരമായിട്ടുള്ള ജീവിതവും മാറ്റില്ല, ക്രമരഹിതമായിട്ടുള്ള ജീവിതവും മാറ്റില്ല. ആഗ്രഹമുണ്ട് വിശുദ്ധനാകാൻ, പക്ഷേ ചില കാര്യം മാറ്റാനും തയ്യാറല്ല. പല മക്കളുടെയും ജീവിതം നോക്കിക്കേ, ക്രമരഹിതമായ ജീവിതം മാറ്റാതെ ദൈവത്തോട് ഒത്തിരിയേറെ അകൽച്ച പാലിച്ചുകൊണ്ട് പാപകരമായ ജീവിതം നയിച്ചിട്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, മരണത്തിന് തൊട്ടു മുമ്പ് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കാം, ആ നല്ല മരണത്തിനായിട്ട് ആ സമയത്ത് ഒരുങ്ങാമെന്ന് പലരും ചിന്തിച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, ലോകത്തിൻ്റെതായ സകല കാര്യങ്ങളും നേടിയെടുത്ത് നിങ്ങൾ ലോകത്തിൻ്റെ സകല സുഖങ്ങളിലും കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് അവസാനം മരണത്തിന് തൊട്ടു മുമ്പ് മാനസാന്തരപ്പെട്ട് നല്ല മരണം സ്വന്തമാക്കാനായിട്ട് അനുദപിക്കാമെന്ന് ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ജീവിതത്തിൽ അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. കാരണം മരണത്തിൻ്റെ സമയത്ത് പലരും ദൈവത്തെ അന്വേഷിക്കും, പക്ഷേ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് പലരും ദൈവത്തെ അന്വേഷിക്കുന്നത് നരകത്തെ കുറിച്ചുള്ള കാഴ്ച കണ്ടിട്ടാ, നരകത്തിൽ പോകാതിരിക്കാനായിട്ടാ, അതിനെക്കുറിച്ചുള്ള ഭയം കയറിയിട്ടാ, അല്ലാതെ ദൈവത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ടല്ല. മക്കളെ, പാപവും പാപത്തോടുള്ള മമതയും പാപമാർഗങ്ങളും ഉപേക്ഷിക്കാതെ ഒരു വ്യക്തിക്കും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാനോ അനുഭവിക്കാനോ സാധ്യമല്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശുദ്ധരുടെ ജീവിതം ഇവിടെ പരിശോധിക്കേണ്ട മക്കളെ.
വിശുദ്ധരെ ചിന്തിച്ചു നോക്കിക്കേ, വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ. വിശുദ്ധരെ സംബന്ധിച്ച് ലോകം വെച്ച് നീട്ടിയ അനേകം സുഖമുണ്ടായിരുന്നു, ലോകം വെച്ച് നീട്ടിയ ധനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അവർ കയറി പിടിക്കാൻ നോക്കില്ല. മറിച്ച് ഇത് അവർ ഉപേക്ഷിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ, എളിമയെ വട്ടം കയറി പിടിച്ച് അതിലൂടെ ജീവിതം നയിക്കാൻ അവർ തയ്യാറായി. മരിച്ചു കഴിയുമ്പോൾ തൻ്റെ ആത്മാവ് നരകത്തിൽ പോയി പതിക്കാതിരിക്കാനായിട്ട് ലോകത്തിൽ വെച്ച് തന്നെ, ലോകം വെച്ച് നീട്ടിയ സകല കാര്യങ്ങളും ജീവനോടെ അവർ സംസ്കരിച്ചു. മൂന്നാമതായിട്ട് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില വികാരങ്ങള്, അതുപോലെ ചില ദുശീലങ്ങള്, അതിന് തൻ്റെ ഹൃദയം വിട്ടുകൊടുക്കാതെ, തൻ്റെ മനസ്സ് വിട്ടുകൊടുക്കാതെ, തൻ്റെ ഹൃദയവും മനസ്സും യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അവർ ചേർത്ത് വെച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരൊക്കെ മരിച്ചപ്പോൾ അവരുടെ അസ്ഥികള്, അവർ വിശുദ്ധരായി തീർന്ന് അവരുടെ അസ്ഥികള് വണക്കത്തിനായിട്ട്, വണക്കപ്പെടാനായിട്ട് അൾത്താരയിൽ വെക്കാനായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല മരണത്തിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവസാന സമയത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തെ പുൽക്കാമെന്ന് ചിന്തിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അനേകർക്ക് തെറ്റുപറ്റിയ ഒരു കാര്യമാണ്. നിനക്ക് അവസാന സമയം, നിനക്ക് നല്ലൊരു മരണം പ്രാപിക്കണമെങ്കിൽ നീ ഇപ്പം തന്നെ മാനസാന്തരപ്പെട്ട് എളിമപ്പെടുക, ദാരിദ്ര്യമെടുക്കുക, ലോക വസ്തുക്കൾ ഉപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ലോകം വെച്ച് നീട്ടിയ മുഴുവൻ കാര്യങ്ങൾ ജീവനോടെ സംസ്കരിച്ചുകൊണ്ട് നീ മരണത്തെ പുൽക്കാൻ തുടങ്ങുമ്പോഴേ നിനക്ക് നല്ലൊരു മരണം, അല്ലെങ്കിൽ നല്ലൊരു മരണത്തിനായിട്ട് നീ ഇത് ത്യജിക്കുമ്പോഴേ ഒരു മരണം സ്വന്തമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നല്ല മരണത്തിനായിട്ട് ഇനി ഒത്തിരി വിവരിക്കാനായിട്ട് പോകില്ല. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടിട്ടുണ്ട് ശവസംസ്കാര ചടങ്ങിൽ പുരോഹിതർ വന്ന് പ്രസംഗിക്കുന്ന ചില പ്രസംഗങ്ങൾ. പ്രിയപ്പെട്ടവർ, ഈ പ്രസംഗത്തിൽ ആദ്യം പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. നല്ല മരണത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം പ്രസംഗിക്കുമ്പോൾ തന്നെ പ്രസംഗിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ മകൻ നല്ല ഓട്ടമോടി. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്നു നീ നല്ല ഓട്ടമോടി. പക്ഷെ നീ ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തിൽ നീ നല്ല ഓട്ടമാണോ ഓടിയേക്കണേ? നീ നിന്റെ യേശുക്രിസ്തുവിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ സ്വർഗം പുൽക്കാനായിട്ട് നീ നല്ല ഓട്ടം ഇന്ന് വരെ ഓടിയിട്ടുണ്ടോ? ചിന്തിക്കണം മക്കളെ. രണ്ടാമത് പുരോഹിതരുടെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസം കാത്തു. സത്യത്തിൽ വിശ്വാസം കാത്ത പൈതലാണോ നമ്മളൊക്കെ? ജീവിതത്തിൽ ഒരു വേദന വന്നപ്പോൾ, വിഷമം വന്നപ്പോൾ, തകർച്ച വന്നപ്പോൾ, ദുഃഖം വന്നപ്പോൾ നമ്മളൊക്കെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തെ പോലും ചോദ്യം ചെയ്തിട്ടുള്ള ഒരു ദൈവ പൈതലല്ലേ? മൂന്നാമത് പുരോഹിതർ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ജീവന്റെ കിരീടം കിട്ടി. സത്യത്തിൽ നമ്മളൊക്കെ മരിച്ചാൽ നമുക്ക് ജീവന്റെ കിരീടം കിട്ടുമോ മക്കളെ? എന്തുമാത്രം വിശ്വാസം പ്രമാണം, അല്ലെങ്കിൽ ദൈവ പ്രമാണങ്ങൾ എത്രയോ വട്ടമാ ലംഘിച്ചേക്കണേ. തിരുസഭയുടെ കൽപ്പനകൾ എത്രയോ വട്ടമാ നമ്മൾ ലംഘിച്ചേക്കണേ. ഇപ്രകാരം നമ്മുടേതായിട്ടുള്ള ജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് നമുക്ക് എങ്ങനെയാ മക്കളെ ജീവന്റെ കിരീടം കിട്ടുന്നത്? പുരോഹിതൻ പറയുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മളെ തന്നെ ആത്മശോധനയ്ക്ക് വിട്ടുകൊടുത്താൽ ജീവന്റെ കിരീടം കിട്ടാൻ സാധ്യതയുണ്ടോ നമുക്ക്? പുരോഹിതൻ വീണ്ടും പ്രസംഗിക്കും, നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയായിരുന്നു. സത്യത്തിൽ നീ പരിശോധിക്കണം, നിന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, നിന്റെ മക്കളുടെ മുമ്പിൽ, നിന്റെ സ്വന്തക്കാരുടെ മുമ്പിൽ, നിന്റെ ഇടവകയുടെ മുമ്പിൽ നീ ദൈവത്തെ അനുകരിച്ച്, ക്രിസ്തുവിനെ അനുകരിച്ച ഒരു ക്രിസ്ത്യാനി തന്നെയാണോ? വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, നീ എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുമായിരുന്നു. സത്യത്തിൽ നമ്മളൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടോ? അതെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ചില നീരസങ്ങൾ കടക്കുന്ന വ്യക്തിയല്ലേ? വീണ്ടും പുരോഹിതൻ പറയും, എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്ന വ്യക്തിയാ, അങ്ങനെ നല്ലൊരു ഹൃദയമുള്ള വ്യക്തിയാ. സത്യത്തിൽ നീ നിന്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും നിന്റെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ടോ? വീണ്ടും പുരോഹിതൻ പറയും, നല്ല വിശുദ്ധിയുള്ള വ്യക്തിയായിരുന്നു, വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. നീ നിനക്ക് മാത്രമേ അറിയാമുള്ളൂ നീ എന്തുമാത്രം ശരീരത്തിൽ വിശുദ്ധി കാത്തുപാലിച്ചു, ഹൃദയത്തിൽ വിശുദ്ധി പാലിച്ചു, മനസ്സിൽ വിശുദ്ധി കാത്തുപാലിച്ചു.
ആത്മാവിൽ വിശുദ്ധി കാത്തുപാലിച്ചു. പ്രിയപ്പെട്ടവരെ, പുരോഹിതരും മറ്റുള്ളവരും നിന്നെക്കുറിച്ച് പലതും പറയുമെങ്കിലും നിനക്ക് മാത്രമേ അറിയാമുള്ളൂ നിനക്ക് സ്വർഗം പുൽകാൻ പറ്റുന്ന ഒരവസ്ഥയിലാണോ ജീവിക്കുന്നത് എന്നുള്ള കാര്യം. മക്കളെ, അപ്രകാരമല്ലെങ്കിൽ മക്കളെ, ഇനിയെങ്കിലും ജീവിതം ഒന്ന് തിരുത്തി നല്ല ഓട്ടമോടി വിശ്വാസം കാത്ത് ജീവന്റെ കിരീടം നേടിയെടുക്കാൻ ഇനിയെങ്കിലും നമ്മൾ പരിശ്രമിക്കണം. കാരണം ഏത് സമയത്താണ് മരണം നമ്മളെ പിടികൂടുന്നത് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. മൂന്നാമതായിട്ട് നല്ല മരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം അനുതാപത്തിന്റെ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തില് എല്ലാ ദൈവമക്കളും മരണത്തിന്റെ മുമ്പിൽ അനുതപിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 95, 98, 99% ആളുകൾ അനുതപിക്കാൻ കാണും. പക്ഷെ എങ്ങനെയാണ് അനുതാപം ഉണ്ടാകുന്നത്? പല മക്കളെയും ഒന്ന് വെച്ചാൽ ഒരു 95% മക്കളും മരണസമയത്തുള്ള അനുതാപം എന്ന് പറയുന്നത് നരകത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നുള്ള അനുതാപമാണ്. അനുതാപം 2 തരത്തിലാണ്. ഒന്ന് പൂർണ്ണതയുള്ള അനുതാപവും, 2 അപൂർണതയുള്ള അനുതാപവും. പൂർണ്ണതയുള്ള അനുതാപം എന്ന് വെച്ചാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ഓർത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം വന്ന് നമ്മൾ ദുഃഖിക്കാനായിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ ഇതിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ യേശുക്രിസ്തുവിനെ വേദനിപ്പിച്ചല്ലോ, എൻ്റെ യേശുക്രിസ്തുവിനെ മുറിപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു വലിയ ദുഃഖം നമ്മളിലേക്ക് വരുന്നതാണ് പൂർണ്ണതയുള്ള അനുതാപം. അപൂർണതയുള്ള അനുതാപം എന്ന് വെച്ചാൽ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിലൂടെ ഉണ്ടാകുന്ന ഭയത്തിൽ നിന്ന് ആ വ്യക്തി അനുതപിക്കുന്നതാണ് അപൂർണമായിട്ടുള്ള അനുതാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്ന. 1453 ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: അപൂർണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുതാപം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയാണ്. എന്നിട്ട് പറയുവാണ് 3 രീതിയിലൂടെ ആണ് ഒരു വ്യക്തിക്ക് അപൂർണതയുള്ള അനുതാപം ഉണ്ടാകാൻ സാധ്യത. ഒരു സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: 1, പാപത്തിൻ്റെ വൈകൃതത്തെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന് അപൂർണമായിട്ടുള്ള അനുതാപം ഉണ്ടാകാം. 2, നിത്യശിക്ഷയെ പറ്റിയുള്ള ഭയത്തിൽ നിന്ന് ഇപ്രകാരം അപൂർണമായ ഭയമുണ്ടാകാം. 3, അനുതാപമുണ്ടാകാം. 3, പാപിയെ ഭീഷണിപ്പെടുത്തുന്ന മറ്റു ശിക്ഷകളിൽ നിന്നും ഈ അപൂർണമായിട്ടുള്ള അനുതാപമുണ്ടാകാം. പക്ഷേ സഭ എന്നോട് ചേർത്ത് പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ഇങ്ങനെ ഒരു അനുതാപം ഉണ്ടായാലും അത് ആന്തരികമായിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത് കൊണ്ട് അത് സ്വർഗം വിലമതിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ പൂർണ്ണമായിട്ടുള്ള അനുതാപത്തിലൂടെ കിട്ടുന്നത് എന്താണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1452 ഖണ്ഡികയിൽ പറയുവാണ്: പൂർണ്ണമായിട്ടുള്ള അനുതാപത്തിലൂടെ ലഘുപാപം മോചിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ മാരക പാപത്തിൽ നിന്നും പരിപൂർണമായിട്ടുള്ള വിടുതലും കിട്ടുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മിസ്റ്റർ കാതറിൻ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ഒരു വ്യക്തി മരണസമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ 3 തരത്തിലുള്ള ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചിന്ത, ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ചിന്ത ഇതാണ്: പാപം ചെയ്യാനുള്ള മനസ്സ് മരണസമയത്തും കടന്നു വരും. വേറെ ചില വ്യക്തികളെ സംബന്ധിച്ച് മരണസമയത്ത് പാപവുമായിട്ടുള്ള അതൃപ്തിയുള്ള ഒരു മനസ്സ് കടന്നു വരും. വേറെ ചിലവരെ സംബന്ധിച്ച് മരണസമയത്ത് പാപത്തെക്കുറിച്ച് അനുതപിക്കുന്ന ഒരു മനസ്സ് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് പാപം ചെയ്യാനുള്ള താല്പര്യവുമായിട്ട് ഒരു മനസ്സാണ് നിനക്ക് വരുന്നതെങ്കിൽ ആ മരണത്തിലൂടെ നീ എത്തിച്ചേരുന്ന സ്ഥലം നിത്യനരകം. എന്നാൽ മരണസമയത്ത് നിന്റെ ജീവിതത്തിൽ പാപവുമായി അതൃപ്തിയുള്ള മനസ്സോ പാപത്തെക്കുറിച്ച് അനുതാപമുള്ള മനസ്സോ വന്നാൽ നിനക്ക് ശുദ്ധീകരണ സ്ഥലത്തിലൂടെ ശുദ്ധി വരുത്തിക്കൊണ്ട് അവസാനം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് വിശുദ്ധ കാതറിൻ പറഞ്ഞു വെക്കുക. മരിയാസിമ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യപ്രകാരമാണ്: ഒരു വ്യക്തിയുടെ മരണത്തിന് തൊട്ടു മുമ്പ്
1, 2, 3 മിനിറ്റോ, ചിലവർക്ക് ചില നിമിഷങ്ങളോ ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ, ദൈവത്തിലേക്ക് തിരിയാനുള്ള ശക്തമായ പ്രേരണ ദൈവം കൊടുക്കുമെന്ന വിശുദ്ധ മരിയാസിമ പറയുന്നത്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നവർ വളരെ ചുരുക്കമാണും താനും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക, നമ്മളൊക്കെ എപ്പോഴാണ് മരണത്തിലേക്ക് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നിമിഷം തന്നെ നല്ല ഒരു മരണം സ്വന്തമാക്കി സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ നീ പൂർണ്ണതയുള്ള അനുതാപത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല മരണത്തിനുള്ള 3ാമത്തെ കാര്യമാണ് പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. ലഘുപാപം, മാരകപാപം, ഗൗരവമുള്ള പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. 4ാമത്തെ കാര്യം പാപങ്ങൾക്ക് പ്രായശ്ചിത്തവും പരിഹാരം ചെയ്യാൻ തീരുമാനമെടുക്കണം. എന്ന് വെച്ചാൽ പാപക്ഷമ, കുമ്പസാരത്തിലൂടെ പാപക്ഷമ കിട്ടിയിട്ടുള്ള പാപങ്ങളുണ്ടല്ലോ മക്കളെ, അതിന് പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്ത് അതിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിക്കാണ് നല്ല മരണം സ്വന്തമാക്കാനായിട്ട് സാധ്യമാക്കുക. അടുത്ത കാര്യമാണ് സഹനത്തെ സ്നേഹത്തോടെ സ്വീകരിക്കണം. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ ആത്മവിശുദ്ധീകരണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹനമെന്ന വിശുദ്ധ ഫൗസ്റ്റീന നമുക്ക് പറഞ്ഞു തരിക. ആ മരണത്തെ എപ്രകാരമാണ് പുൽക്കണ്ടേ എന്നും അവൾ പഠിപ്പിക്കുന്നുണ്ട്. 1 സ്നേഹത്തോടെ, 2 ശാന്തതയോടെ, 3 ക്ഷമയോടെ, 4 സന്തോഷത്തോടെ. അങ്ങനെ ഒരു ദൈവ പൈതൽ സഹനത്തെ പുൽകിയാൽ മാത്രമേ ആ സഹനത്തിലൂടെ കിട്ടുന്ന കൃപകൾ ആ മനുഷ്യന് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. എന്നിട്ട് അവൾ വീണ്ടും പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്: നമ്മുടെ എല്ലാവരുടെയും സഹനത്തിൽ, മനുഷ്യൻ്റെ സഹനത്തിൽ പാപ സ്വഭാവം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ നേരിട്ട് നമ്മുടെ സഹനം സമർപ്പിക്കുകയല്ല ചെയ്യേണ്ട, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ പാപ സ്വഭാവമില്ലാത്ത സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിലേക്ക്, പിതാവായ ദൈവത്തിന് നമ്മുടെ സഹനങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അതിലൂടെ നിനക്ക് നല്ല മരണം സ്വന്തമാക്കാൻ സാധ്യമാകുമെന്ന വിശുദ്ധ ഫൗസ്റ്റീന നമ്മളെ പഠിപ്പിച്ചു വെക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം നല്ല മരണത്തിനായിട്ട് ചെയ്യേണ്ടേ അടുത്തടുത്ത് കുമ്പസാരിക്കുക, പരിശുദ്ധ കുർബാനയെ കെട്ടിപ്പിടിച്ച് ജീവിക്കുക. ഏറ്റവും അടുത്തടുത്ത നാളുകളിൽ കുമ്പസാരിച്ച് ലഘുപാപം പോലും ജീവിതത്തിൽ ഇല്ലാത്ത രീതിയിൽ നീ നിർമ്മലമായ ഹൃദയത്തോടും മനസാക്ഷിയോടും കൂടി വരപ്രസാദ അവസ്ഥയിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നിനക്ക് നല്ല മരണം സ്വന്തമാക്കാനായിട്ട് പറ്റൂ. അതുപോലെ പരിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും വലിയ മൂല്യം കൊടുക്കണം. അടുത്തടുത്ത് തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. സാധാരണ ദിവസങ്ങളിലും പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. നീ കുർബാനയിൽ പങ്കുചേർന്ന് യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് മാത്രമേ നല്ല മരണം സ്വന്തമാക്കാനും അതിനായിട്ട് ഒരുങ്ങാനും സാധ്യമാകൂ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ച് നീ ജീവിക്കണം. മറ്റൊന്നിലുമല്ല മക്കളെ ആശ്രയം വെക്കണ്ടേ, ദൈവത്തിൻ്റെ കരുണയിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ച് ജീവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു നല്ല മരണം സ്വന്തമാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എന്തുമാത്രം ഭാഗിക ദണ്ഡവിമോചനം ഓരോ ദിവസം എടുക്കാൻ പറ്റുമോ അത്രമാത്രം ഭാഗിക ദണ്ഡവിമോചനം എടുക്കുക. ഒരു പൂർണ്ണ ദണ്ഡവിമോചനം എല്ലാ ദിവസവും എടുത്ത് നീ സ്വയം നിന്റെ പാപത്തിൻ്റെ കറകൾ മോചിച്ചു കൊണ്ടിരുന്നാൽ നിനക്ക് നല്ല ഒരു മരണം സ്വന്തമാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ക്ഷമിച്ച് ജീവിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം എപ്പോഴും ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ആത്മീയ പ്രവർത്തികളും നിയോഗത്തോടു കൂടി തന്നെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ കാര്യമാണ് എളിമയോടുകൂടി ജീവിക്കുക, ഒപ്പം രോഗീലേപനം സ്വീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നല്ല മരണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അച്ഛൻ എല്ലാ കാര്യവും എടുത്ത് വിവരിക്കാത്ത. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ഒരു വ്യക്തി നല്ല മരണം സ്വന്തമാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇതിലൊരു കുഞ്ഞിക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ആരാധനയിലേക്ക് കയറിയ പ്രിയപ്പെട്ടവർ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മരണത്തിനായിട്ട് സ്വന്തമാക്കേണ്ട കാര്യം രോഗീലേപനം തന്നെയാണ്. പിന്നീട് അതിനെക്കുറിച്ച് വളരെ വിശുദ്ധമായിട്ടൊരു ക്ലാസ് പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. ഇന്ന് പലരുടെയും ഒരു തെറ്റായ ചിന്താഗതിയാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രോഗീലേപനം സ്വീകരിച്ച മതി എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവർ, ഇത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്.
അറിവോടും ബോധ്യത്തോടും കൂടി രോഗീലേപനം സ്വീകരിക്കണം, ഭക്തിയോടുകൂടി രോഗീലേപനം സ്വീകരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും എളിമയോടുകൂടി അത് സ്വന്തമാക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ബോധവും കെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ രോഗീലേപനം സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പലതും നമുക്ക് കിട്ടുന്നില്ല. അറിവില്ലാതെ, ബോധ്യമില്ലാതെ, ബോധം കെട്ടുപോയിട്ട് അവസാനം കൊടുക്കേണ്ട കാര്യമല്ല. നിനക്കൊരു രോഗം വന്ന്, നിന്റെ രോഗം സീരിയസ് ആയി, നിനക്ക് ബോധത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നീ ഒരു വൈദികനെ വിളിച്ച്, നിന്റെ കുടുംബത്തിലുള്ളവർ വൈദികനെ വിളിച്ച് നീ അവർക്ക് കൊടുക്കണം രോഗീലേപനം. പ്രിയപ്പെട്ടവർ, ഇത് സൗഖ്യത്തിന്റെ കുദാശയാ, മരിക്കാനായിട്ടുള്ള കുദാശയല്ല. നിനക്ക് വിടുതൽ, നിന്റെ മനസ്സിനും നിന്റെ ആത്മാവിനും നിന്റെ ശരീരത്തിനും സൗഖ്യം കിട്ടുന്ന കുദാശയായത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്രയും കാര്യം മനസ്സിലാക്കുക. നല്ല മരണം സ്വന്തമാക്കണമെങ്കിൽ ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും ലോകവസ്തുക്കളും ത്യജിക്കാൻ, ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ അനുതപിക്കാൻ തയ്യാറാകണം. നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്ത് ജീവന്റെ കിരീടം നേടിയെടുക്കാൻ തയ്യാറാകണം. പാപത്തെ ഉപേക്ഷിക്കണം, പരിഹാരം ചെയ്യാൻ തയ്യാറാകണം, ക്ഷമിക്കാൻ തയ്യാറാകണം, ദണ്ഡവിമോചനം എടുക്കണം, സഹന സ്നേഹത്തോടെ സ്വീകരിക്കണം, രോഗീലേപനം സ്വീകരിക്കണം. എല്ലാ ആത്മീയ കാര്യങ്ങളും നിയോഗത്തോടു കൂടി ചെയ്യാനായിട്ട് തയ്യാറാകണം. ഈശോയുടെ ഇഷ്ടം എപ്പോഴും നിറവേറ്റണം, എളിമയിൽ ജീവിക്കണം. മക്കളെ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല ഒരു മരണം സ്വന്തമാക്കാൻ പറ്റും. ഈ നല്ല മരണത്തിലൂടെ നമുക്ക് ദൈവവുമായിട്ട് ഒന്നായി മുഖാമുഖം കാണാനായിട്ട് പറ്റും. മക്കളെ, ഇത് മറ്റാർക്കും വേണ്ടി പറയുന്നതല്ല, എനിക്കും നിനക്കും വേണ്ടിയുള്ളതാ. നമ്മൾ പരസ്പരം ഒരുങ്ങാനായിട്ട് തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗം സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ. കരം കുപ്പിപ്പിടിച്ച്, ദൈവമേ, നല്ല മരണത്തിനായിട്ട് എന്നെ ഒന്ന് ഒരുക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കരം കുപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്ന് ഈശോയെ നമുക്ക് സ്വന്തമാക്കാം. എല്ലാവരും വിളിക്കാമോ? കരമുയർത്തിപ്പിടിച്ചൊരിക്കൽ കൂടി വിളിച്ചേ, ഈശോയേ വരണമേ. ജീവിക്കുന്ന യേശുവേ, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുവാനായിട്ട് സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും വിശുദ്ധീകരിക്കാനായിട്ട് സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച മക്കളെ, നിങ്ങളുടെ ശരീരം ഒന്ന് സമർപ്പിക്കുക, നിങ്ങളുടെ മനസ്സൊന്ന് സമർപ്പിക്കുക, നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കുക, പഞ്ചേന്ദ്രിയങ്ങളൊന്ന് സമർപ്പിക്കുക.
ഈശോയുടെ പരിശുദ്ധ രക്തം തളിക്കണം. ഈശോയുടെ ഹൃദയത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. പ്രിയപ്പെട്ടവർ, ഒരു ശുദ്ധത നമുക്കുണ്ടാകാൻ, നമ്മളിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കാൻ ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കാൻ പോവുക. കർത്താവേ, ഞാൻ പാപിയാ. കർത്താവേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപജീവിതം നയിച്ച വ്യക്തിയാ. അശുദ്ധമായ അധരങ്ങളുള്ളവരും അശുദ്ധമായ അധരങ്ങളുടെ മധ്യ വസിക്കുന്ന വ്യക്തിയാ. ഈശോയെ, നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, നീ എന്നെ ശുദ്ധിയുള്ളതാക്കി മാറ്റണമേ, നിന്റേതാക്കി മാറ്റണമേ എന്നുള്ള ആഗ്രഹത്തോടെ രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി വലിയൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി സകല മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല 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 ഹല. ദൈവമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, രക്തത്താൽ കഴുകണമേ, പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ, ഞങ്ങളെ നിന്റെ സ്വന്തമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. സ്വയം നോക്കിക്കൊണ്ട് ഓരോ മക്കളും വിളിച്ചു പാടണം. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. സ്വയം നോക്കി മുഴുവൻ മക്കൾ പാടുന്നു. യേശുവിനാത്മാവേ, ആവർത്തിച്ച് പാടിക്കേ. ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണേ ഈശോ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. തിരുനിണത്താൽ കഴുകാൻ ആഗ്രഹിച്ചേ. യേശുവിൻ തിരുനിണമേ, എന്നെ ലഹരിയിലാക്കണമേ. ചേരാമോ? യേശുവിൻ ഹൃദയജലമേ, എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ തിരുനിണമേ, എന്നെ ലഹരിയിലാക്കണമേ. യേശുവിൻ ഹൃദയജലമേ, എന്നെ നിത്യം കഴുകണമേ. അനുഭവത്തിലേക്ക് ചേർത്ത് വെക്കാമോ? യേശുവിൻ പീഡകളെ, എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാനിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. സകല വിശുദ്ധരുമൊന്നാ എന്നെ ചേർക്കണമേ. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. ഈശോയേ, മരണമേ. ഈശോയേ, മരണമേ. ഈശോയേ, മരണമേ. ഈശോയേ, മരണമേ. ഒറ്റ വിളിയേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനേ, ബലവാനേ, അമർത്യനേ, ആരാധന. പരിശുദ്ധനേ, ആരാധന. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ച ചിന്ത,
പെട്ടെന്നൊന്ന് മരിച്ചായിരുന്നെങ്കിൽ, ആർക്കും ബുദ്ധിമുട്ട് കൊടുക്കാതെ മരിച്ചായിരുന്നെങ്കിൽ, ഒരു ഭാരമാകാതെ ഒന്ന് മരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ, ഒന്ന് കിടക്കാതെ ഒന്ന് മരിച്ചായിരുന്നെങ്കിൽ, അതൊക്കെ നല്ല മരണമായിട്ടാ നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത്. മക്കളെ, ഈശോ ഇന്ന് പഠിപ്പിച്ച് തന്നില്ലേ? നല്ല മരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നീ സ്വയം ശുദ്ധീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചിട്ട് മരിക്കുന്നതാണ് നല്ല മരണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ, വർഷങ്ങളായിട്ട് സഹിക്കുന്നവർ കാണും, വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്നവർ കാണും, വർഷങ്ങളായിട്ട് നിനക്ക് കിട്ടേണ്ട പരിചരണം കിട്ടാത്ത മക്കൾ കാണും, നിനക്ക് സ്നേഹം കിട്ടേണ്ട പോലെ കിട്ടാത്തത് കാണും, നിന്നെ സഹായിക്കേണ്ട പോലെ സഹായിക്കാത്ത കാണും. പുറം പോലും തൊലി പൊട്ടി അവിടുന്ന് രക്തമൊഴുകുന്ന, വെള്ളമൊഴുകുന്ന അവസ്ഥയിൽ കിടക്കുന്നവർ കാണും. വാഴയിലയിൽ പോലും കിടക്കുന്നവര്, തിരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്ത മക്കള്, നിന്റെ മുഖത്തൊരു കൊതുക് വന്നിരുന്ന് കടിച്ചാൽ അനിയൊന്ന് തട്ടിക്കളയാൻ പോലും പറ്റാത്ത രീതിയിൽ കൈ ഉയർത്താൻ പോലും പറ്റാതെ തളർന്നു കിടക്കുന്ന ശരീരവുമായി കഴിയുന്ന മക്കള്. എത്ര വർഷമായി മക്കളെ നിങ്ങളൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി നിങ്ങളൊക്കെ അനുഭവിക്കുന്ന വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു? ഈശോയുടെ ഐക്യപ്പെട്ടല്ലേ ജീവിക്കുന്നത്? മക്കളെ, ഈ കാണുന്ന സഹനം ഉണ്ടല്ലോ, ഈ സഹനം പിറുപിറുക്കാതെ, പഠിച്ചാരാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ, നീ മുഖം മാറ്റാതെ, ഇത് നിന്റെ ആത്മവിശുദ്ധീകരണത്തിനായിട്ട് കാഴ്ചവെച്ച് വിശുദ്ധ ജീവിതം നയിച്ചിട്ട് നിന്റെ ആത്മാവിനെ ദൈവം ഒരു ദിവസം കൊണ്ടുപോകുമ്പോൾ നീയാണ് കുഞ്ഞെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മരണം സ്വന്തമാക്കിയ വ്യക്തി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ തമ്പുരാന്റെ മുന്നിലേക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ അവസ്ഥ സഹിക്കാൻ പലപ്പോഴും പറ്റാത്ത നിമിഷം കാണും. വേദന എന്തുമാത്രം സഹിച്ചിട്ടും നീ അറിയാതെ ചില സമയത്ത് നീ തന്നെ വിട്ടുപോകുന്ന അവസ്ഥ കാണും. നീ വിട്ടുകൊടുക്ക്. നിന്റെ ഈശോ നിനക്കൊരു കൃപ തരും. നിന്റെ ഈശോ നിനക്കൊരു കൃപ തരും. നിനക്ക് സ്വർഗത്തിൽ ഒരു സ്ഥലം ദൈവം ഒരുക്കി വെച്ചേക്കുക. നിന്റെ ശുദ്ധീകരണ സ്ഥലം ഈ ഭൂമിയിൽ വെച്ച് തീർന്നുകൊണ്ടിരിക്കുക. നിന്റെ മരണശേഷം വിശുദ്ധര് ഈശോയെ മുഖാമുഖം കണ്ട പോലെ നിന്റെ മരണശേഷം ഈശോയെ മുഖാമുഖം കാണാനായിട്ടുള്ള ഒരു സൗഭാഗ്യത്തിലേക്ക് ഈശോ നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ഒരുക്കിക്കൊണ്ടിരിക്കുക. മക്കളെ, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്. ഈശോയോട് ഒന്നും കൂടി പറഞ്ഞു, ഈശോയെ, യേശുവിന്റെ ആത്മാവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തമേ, എന്നെ ഒന്ന് കഴുകണമേ. എനിക്ക് സഹിക്കാനുള്ള കൃപ നീ എനിക്കൊന്ന് തരണമേ എന്ന് സകല മക്കളും ഈശോയെ നോക്കി ഒരിക്കൽ കൂടി ഒന്ന് ദാഹിച്ചു വിളിച്ചൊന്ന് പാടി പ്രാർത്ഥിച്ചേ. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ തിരുനിണമേ, എന്നെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ തിരുനിണമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃദയജലമേ, എന്നെ നിത്യം കഴുകണമേ. ഒരു നിമിഷം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. കുഞ്ഞ്, നമ്മൾ ഇപ്പോൾ മരിച്ച ഈ നിമിഷം നമ്മുടെ ആത്മാവിനെ ഈശോ മാലാഖമാരെ വിട്ടു കൂട്ടിക്കൊണ്ടു പോയാൽ എൻ്റെ അവസ്ഥ, എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, ഞാൻ എവിടെയായിരിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നും പറക്കം പായുന്നത് എന്തിനു വേണ്ടിയാ?
ലോകത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായുമല്ലേ? എന്തോരം പണം കിട്ടിയിട്ടും മതിയാവാത്ത വ്യക്തി, എന്തോരം സമ്പത്തുണ്ടായിട്ടും സ്ഥാനമാനം കിട്ടിയിട്ടും അധികാരം കിട്ടിയിട്ടും സൽപ്പേര് കിട്ടിയിട്ടും അധികാരങ്ങളെല്ലാം കിട്ടിയിട്ടും നമ്മളൊക്കെ വീണ്ടും വീണ്ടും ഓടുക. പക്ഷെ കുഞ്ഞേ, ഈ നിമിഷം നിന്റെ ആത്മാവിന് ദൈവം എടുത്താൽ, നീ സമ്പാദിച്ചു കൂടിയതും നേടിയെടുത്തതുമൊക്കെ ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകണ്ടേ? നീ ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് എന്താ നീ ഇന്ന് വരെ സമ്പാദിച്ചേക്കണേ? എന്ത് സൽകൃത്യങ്ങളാ നീ ചെയ്തേക്കണേ? എന്തുമാത്രം പുണ്യപ്രവൃത്തിയാ നീ ചെയ്തേക്കണേ? എന്തുമാത്രം നന്മ പ്രവൃത്തിയാ നീ ചെയ്തൊരുങ്ങിയേക്കണേ? തെറ്റ് പറ്റിയിട്ടില്ലേ മക്കളെ? ഒരു നിമിഷം ഒന്ന് അനുദപിച്ചിട്ട് നമ്മുടെ ഈ ഓട്ടം ഒന്ന് നിർത്തിയിട്ട് ഇനി ഈശോയിലേക്കൊന്ന് നോക്ക്. ഈശോ നമ്മളോട് സംസാരിക്കുന്നത് എന്താ? ഇനി എന്തു സ്വന്തമാക്കാനാ? എന്തിനു വേണ്ടി ദാഹിക്കാനാ? എന്തു ചേർത്ത് പിടിക്കാനാ ഈശോ നിന്നോട് പറയുന്നേ? ഇതിനു വേണ്ടി നീ ഒരു കുറച്ചു നേരം ഈശോയ്ക്ക് മുമ്പിൽ ഇരിക്കാൻ സന്നദ്ധത കാണിക്കാമോ? ഈശോയുടെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാകാമോ? എന്റെ പൊന്നു മക്കളെ, ഈ ലോകം വെച്ച് നീട്ടുന്ന വസ്തുക്കളും സുഖങ്ങളും മുഴുവനും ഉപേക്ഷിക്കാമെന്ന് വിശുദ്ധരെ പോലെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റിയാൽ നമുക്കൊരു നല്ല മരണം സ്വന്തമാക്കാൻ പറ്റും. ഈശോയോട് പറഞ്ഞേ, ഈശോയെ, എനിക്കൊരു നല്ല മരണത്തിനായിട്ട് ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ നീ എനിക്കൊരു കൃപ തരണമേ എന്ന് ഉള്ളൊരുക്കി മനസ്സുരുക്കി ഓരോ മക്കളും ദാഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിങ്കൽ നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. യേശുവിങ്കൽ നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക മക്കളെ. അനുതാപത്തിന്റെ വലിയൊരു കൃപ കിട്ടാനായിട്ട്, പാപങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഒരു കൃപ കിട്ടാൻ, പരിഹാരം ചെയ്തൊരുങ്ങാനുള്ള ഒരു കൃപ കിട്ടാൻ, സഹനങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു കൃപ കിട്ടാൻ, ക്ഷമിക്കാനുള്ള ഒരു കൃപ കിട്ടാനായി, ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു കൃപ കിട്ടാനായി, പ്രിയപ്പെട്ടവരെ എളിമപ്പെടാനുള്ള ഒരു കൃപ കിട്ടാനായി, ഏറ്റവും നല്ല സമയത്ത് രോഗിലേപനം സ്വീകരിക്കാനുള്ള ഒരു കൃപ കിട്ടാനായി, ആത്മീയ കാര്യങ്ങൾ മുഴുവനും സ്നേഹത്തോടെ നിയോഗം വെച്ച് ചെയ്യാനുള്ള കൃപ കിട്ടാനായി ഇതാ രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ കൃപ നമ്മുടെ മേല്, ലോകത്തിലുള്ള മുഴുവനും മക്കളുടെ മേല് വന്നു നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ഉറക്കിയൊന്ന് വിളിച്ച യേശുവേ, ഈശോ, യേശുവേ. ദാഹത്തോടെ സ്തുതിക്കട്ടെ. പോരെ മക്കളെ, വിളിച്ചു പ്രാർത്ഥിച്ച് പരിശുദ്ധനെ, ബലവാനെ, അമർത്യനെ, മരണമില്ലാത്തവനെ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.